ജിന്നുകൾ വിചാരിച്ചത് സുലൈമാൻ നബി ജീവനോടിരിക്കുകയാണെന്നാണ്. അങ്ങനെ മണിക്കൂറുകൾ പിന്നിട്ടു. സുലൈമാൻ നബി മരിച്ച വിവരം, ആ മരിച്ചതിന് ശേഷം ജിന്നുകൾ അറിയാത്ത അവസ്ഥയിൽ അവിടെ സുലൈമാൻ നബി ഇരിക്കുമ്പോൾ അതേ മാദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ് തഅകുലു മിൻ സാതഹു. അതേ ചിതലുകൾ വന്നിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കുത്തിപ്പിടിച്ച വടി, ആ വടി ചിതൽ തിന്നു. വടി ദ്രവിച്ചു പോയപ്പോ ഫലമ്മാ ഖറ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം മറ്റൊരാൾക്കും ലഭിക്കാത്ത അധികാരം കൊണ്ട് ഭൗതിക ലോകത്ത് അല്ലാഹു അനുഗ്രഹിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ഫലമ്മാ ഖറ, സുലൈമാൻ നബിയുടെ മയ്യത്ത് നിലത്തേക്ക് വീണുപോയപ്പോ തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾ അപ്പോഴാ അറിഞ്ഞത് ഇത് ജീവനോടിരിക്കല്ല മരണപ്പെട്ടതാണ്. അപ്പോഴാ ജിന്നുകൾ മനസ്സിലാക്കിയത്. അവിടെ ചാട്ടാക്കാനോ ആളില്ല, എണീറ്റ് പോയി കിടക്കുന്നില്ല. സുലൈമാൻ നബി പറയും, ഇവരുടെ ഭാഷയിൽ അങ്ങനെയൊക്കെയാണ്, ഒരാൾ മരിച്ചാൽ വേറെ പ്രശ്നത്തില്ല, ഞാൻ മരിച്ചിട്ടില്ല കേട്ടോ, ആ കട്ടിലെടുത്തിട്ടൊക്കെ ഞാൻ പോയി കിടക്കട്ടെ, വെള്ളം എടുത്തൊക്കെ ഇപ്പൊ ഞാൻ പോയി മയ്യത്ത് വിളിച്ചു വരാം, വേഗം തുണിയൊക്കെ റെഡിയാക്കി കഫം പൊതിയണം. ഇതൊക്കെ മരിച്ചു കഴിഞ്ഞ ആള് പറയുന്ന അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യണമെന്നാ. പക്ഷെ ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം മരിച്ച വിവരം അതറിഞ്ഞത് ചിതലുകൾ വന്ന് വഴി നിന്നപ്പോഴാണ്. ഈ പ്രവാചകനില്ലാത്ത പ്രത്യേകത ലോകത്ത് ഏത് വ്യക്തിക്കാളുള്ളത്? ഒരു നബിക്കില്ലാത്ത പ്രത്യേകത അങ്ങനെ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാലോ, ഒരു നബിക്കില്ലാത്ത പ്രത്യേകത ഒരു വലിയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലോ, ഇസ്ലാമിക ലോകത്തിന്റെ അവിടെ വിധിയുണ്ട് വ്യക്തമായ. വിശദീകരിച്ച ഒരു ഭാഗം, ഒരുത്തൻ വാദിച്ചു എന്ത്, നുബുവത്ത് സമ്പാദിച്ചുണ്ടാക്കാം എന്ന്. ഖാദിയാരികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്. ഒരാൾ കുറെ നമസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് അമലുകൾ ചെയ്ത് അവസാനം അള്ളാഹ് അയാളെ നബിയാക്കി മാറ്റും. അങ്ങനെ ഒരാൾക്ക് നുബുവത്ത് സമ്പാദിച്ചുണ്ടാക്കാമെന്ന വാദത്തിലേക്ക് ഒരുത്തൻ പോയി. അല്ലെങ്കിൽ ഒരുത്തൻ വാദിച്ചു ഒരു വലിയ ഒരു നബിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഒരുത്തൻ വാദിച്ചാൽ അവൻ നിർമ്മിതവാദിയാൽ. ഇസ്ലാമിക കോടതിയിൽ അങ്ങനെ ഒരുത്തരെ കൊണ്ടുവന്നാൽ കോടതി കൊടുക്കേണ്ട, അവന് നൽകേണ്ട ശിക്ഷ വധശിക്ഷയാണ് എന്നാണ്. ഒരു ഇസ്ലാമിക കോടതിയിൽ ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നാല് ആ കോടതി കൊടുക്കേണ്ട ശിക്ഷ, ഇങ്ങനെ വാദിക്കുന്നവര് കൊടുക്കേണ്ട ശിക്ഷ വധശിക്ഷയാണ് എന്ന് ഇസ്ലാമിക ലോകം വിധി പറയുമ്പോ ഒരു നബിക്കില്ലാത്ത പ്രത്യേകത, ശ്രേഷ്ഠത പിന്നീട് വന്ന ഈ വലിയകൾക്കുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വേറൊരു സംഗതി എൻ്റെ ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ? CM മടവൂര് പോയി, മടവൂരേക്ക്. പക്ഷേ ഇവിടെ ഒരാൾ കിടക്കാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹ് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ വിവരം ആരാ ഇവർക്ക് കൊടുത്തത്? ഖുർആൻ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താ? വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാൾക്കും അറിയൂല, എവിടെ വെച്ച് മരിക്കും എന്നും ഒരാൾക്കും അറിഞ്ഞൂടാ. ഞാൻ മരിക്കണ എവിടെയെന്ന് ഒരാൾക്കും അറിഞ്ഞൂടാ. നിങ്ങൾ എവിടെ വെച്ച് മരിക്കുക ആർക്കാ പറയാൻ പറ്റുക? എന്റെ മയ്യത്ത് കിട്ടും ആരാ അറിയാ? ഞാൻ മരിച്ചാൽ എന്നെ കണ്ടു കിട്ടുന്ന ആരാ അറിയാ? ചിലപ്പോൾ കത്തിച്ചാമ്പലായി പോയിട്ടുണ്ടാവും, ചാരമായി പോയിട്ടുണ്ടാവും, ആരറിയാനാണ്? ഞാൻ എവിടെ വെച്ച് മരിക്കും, നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അറിയില്ല, ഒരാത്മാവിനും അതറിയില്ല. വിശുദ്ധ ഖുർആൻ പറയാം, നബിമാർക്ക് ചില സന്ദർഭങ്ങളിൽ വഹി കിട്ടിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുടെ അടിസ്ഥാനത്തിൽ ചില യുദ്ധവേളകളിൽ യുദ്ധത്തിന്റെ തലേന്ന് ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കിട്ട് നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന വ്യക്തി ഇവിടെ മരിച്ചു വീഴും, ആ വ്യക്തി ഇവിടെ മരിച്ചു വീഴും, ആ വ്യക്തി ഇവിടെ മരിച്ചു വീഴും. വഹിയുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് ഒഴിച്ചാൽ വഹിയുള്ള പ്രവാചകന്മാർക്ക് വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞൊഴിച്ചാൽ വേറെ ഒരാൾക്കും അത് പറയാൻ കഴിയില്ല, പിന്നെ എങ്ങനെ മനസ്സിലായി ഈ ഉസ്താദ് മരിച്ചിട്ടില്ലാത്ത ആ ഉസ്താദ് അയാൾ മരിച്ചാൽ എവിടെയാണ് ഖബറടക്കുക എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ, എങ്ങനെ തീരുമാനിക്കാൻ പറ്റുക? അവിടെയാണ് വിഷയം ഗൗരവമാകുന്നത്. അവിടെയാണ് പൗരോഹിത്യത്തിന്റെ ദുരന്തം, അല്ലെങ്കിൽ പൗരോഹിത്യം ഉണ്ടാക്കുന്ന ദുരന്തം ഏറ്റവും ശക്തമായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ മനസ്സിലായി? നടന്നിട്ടില്ലാത്ത കാര്യം, ഒരാൾക്കും അറിയില്ലെന്നല്ല പറഞ്ഞ കാര്യം, അത് എങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? ഈ വിവരം എങ്ങനെ ഇവർക്ക് കിട്ടി? അവിടെയാണ് ഒരു മുസ്ലിയാർ പറയുന്നത്, അള്ളാഹ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ മൂല്യർ അറിയണം. ഈ മൂല്യർ അറിയാതെ അള്ളാഹ് ഒന്നും ചെയ്യൂല. മഅദല്ലാഹ്. വെറുതെ പറയല്ല, ഒരു മുസ്ലിയാർ തന്നെ ആ ഭാഗം പറയുന്നത് നിങ്ങൾ കേട്ടു. അതിനെക്കാളും അപകടകരപ്പോ
ഇപ്പൊ ഇവർ മഹാൻ പ്രസംഗിച്ചത് തന്ന ഒരു CD-യിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാൽ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാല് അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോണു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടം ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കാര്യബോധമുള്ള മുസ്ലിങ്ങളെ മുമ്പിലാണത് പറയണത്. ഇത് വളരെ ഗൗരവമല്ല, വളരെ അപകടകരാണ്, വളരെ അപകടകരാണെന്നാ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഈ പറയുന്നത്? ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ ആരാ അടിമ, ആരാ ഉടമ? ഉടമയറിയാതെ അടിമ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു അടിമ പറയണം, അടിമ അറിയാതെ ഉടമ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? ഉടമയറിയാതെ അടിമയൊന്നും ചെയ്യാൻ പാടില്ല, പക്ഷെ അടിമ അറിയാതെ ഉടമക്ക് ചെയ്യാം അല്ലേ? ഇവിടെ ആരാ ഉടമ, ആരാ അടിമ? എത്ര ഗൗരവമാണ് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ചിന്തകളെ, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളെ സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ചിന്തിക്കുന്ന, ഇത് വിശ്വസിക്കുന്ന, ഇത് ദീനായി ഉൾക്കൊള്ളുന്ന നല്ലൊരു ബഹുഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങൾ നമുക്കുണ്ട്. അവരന്യരല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അവരന്യരല്ല. ഒരുപക്ഷെ നമ്മുടെ സഹോദരനാകും, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയാകും, നമ്മുടെ ബന്ധുക്കളാകും, ബന്ധുജനങ്ങളാകും. ഇങ്ങനെ പല രൂപത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇവിടെ വ്യക്തമായി പറയാണ്, എന്ത്? ഉസ്താദ് അറിയാതെ അല്ലാഹു ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അള്ളാന്റെ റസൂലുണ്ടോ ഈ അവസ്ഥ? ഉണ്ടോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് ഇറക്കി. എപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില ആളുകൾ വന്നിട്ട് ചില ചോദ്യം ചോദിച്ചു. റൂഹുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് ചില തഫ്സീറിൽ കാണാം. ആ ചോദ്യങ്ങൾ നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാളെ ഞാൻ മറുപടി പറഞ്ഞു തരാം. നബി അങ്ങനെ മറുപടി പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സിൽ അതിനുള്ളിൽ എനിക്ക് വഹി കിട്ടും, അതിന്റെ അടിസ്ഥാനത്തിൽ മറുപടി കൊടുക്കാന്ന അർത്ഥത്തിലാണ് നബി നാളെ വാ ഞാൻ മറുപടി തരാന്ന് പറഞ്ഞു. അവര് പോയി പിറ്റേന്ന് വന്നു. അതിന് പറഞ്ഞു, നബിയെ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരണം. ഞങ്ങൾ ഇന്നലെ ചോദിച്ചപ്പോ ഇന്ന് മറുപടി പറയാമെന്നാണ് താങ്കൾ പറഞ്ഞത്, മറുപടി തരണം. വഹി വന്നില്ല, വഹി വന്നില്ല. പ്രവാചകൻ വിഷമിച്ചു പോയി, പ്രയാസപ്പെട്ടു പോയി. ആ ഘട്ടത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഓതിക്കൊടുത്തു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഹുദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഓ നബിയേ, ഒരു കാര്യത്തെക്കുറിച്ചും താങ്കൾ പറയാൻ പാടില്ല. ഏത് കാര്യം? ഇന്നി ഫായിലുൻ ദാലിക ഹുദാ, അത് ഞാൻ നാളെ ചെയ്യും, നാളെ ഞാനത് പ്രവർത്തിക്കുമെന്ന് ഒരു കാര്യത്തെക്കുറിച്ച് നബി അങ്ങ് പറയാൻ പാടില്ല. ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലാതെ. കാരണം അല്ലാഹ് എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അറിയില്ല നബിയെ. അല്ലാഹ് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയില്ല. അല്ലാഹ് ഉദ്ദേശിച്ചത് നടക്കൂ. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാചകമാണ്. പക്ഷെ ഇവിടെയോ, ഇവിടെ മുയിലർ അറിയാതെ അല്ലാഹ് ഒന്നും ചെയ്യൂല. അല്ലാഹ് അടിയിൽ പോയി, മുയിലർ അടിയിലായിപ്പോയി. എങ്കിൽ പിന്നെ റസൂലുള്ളാഹിന്റെ കാര്യം പറയണോ? നബി പിന്നെ അതിനേക്കാൾ താഴെയാണ്. ഇത് സമൂഹത്തിൽ ബോധപൂർവമായി നടത്തുന്ന ചില പ്രചാരവേലകളാണ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും ഈ പ്രസംഗങ്ങള്, ഈ വാലുകള്. യൂട്യൂബിലടക്കം അത് അപ്ലോഡ് ചെയ്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന വാലുകളിൽ, ആ വാലുകളിൽ കേൾക്കുകയാണ് നബിയുടെ കാര്യമോ. നബി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കഷ്ടമാണ് എന്നാണ്. ഇത് യഖ്ളയിലാണ്, ഉണർവിലാണ്, നേരിട്ട് നടന്നാണെന്ന് പറയുന്നത്. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാണ്. ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റും നമുക്ക്? വാല് പറഞ്ഞിട്ട് പടച്ചോൻ വല്ല തൗഫീഖ് നല്ല അടി കൊടുക്കാനുള്ള അധികാരം എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് അധികാരമില്ലല്ലോ, വെറുതെ ചെയ്യാൻ പറ്റില്ല. അത് വലിയ അപകടമാണ്. എന്താ ഇതിന്റെ പരിഹാരം? അള്ളാഹുവിന്റെ റസൂൽ
ഒരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ജൂതകൾ പോലും പറഞ്ഞിട്ടില്ലാത്ത പരിഹാസങ്ങൾ, സീരിച്ചറിയാൻ പോലും എഴുതാൻ പഠിച്ച കാര്യങ്ങൾ, ലോകത്തെ ജൂതലോകം പോലും പറയാൻ പറ്റാത്ത പറഞ്ഞിട്ടില്ലാത്ത വാചകങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറയുന്ന ഇത്തരം ആളുകൾ എന്താ മാന്യ സഹോദരൻ എങ്ങനെ നമ്മൾ പറയാ? എന്താ ചെയ്യാ? ഇത് ഉണർവിലുള്ള കാര്യം. ഇയാൾ ഉറങ്ങിയാൽ പിന്നെ പറയും വേണ്ട. ഉണർവിലാണെങ്കിൽ ഉറക്കത്തിൽ എന്തായിരിക്കും? ഇവിടെ ഉറങ്ങിയാൽ ഉറക്കം തൂങ്ങിയൊരു സ്വപ്നം കാണും. ഉറങ്ങണമെന്നില്ല, ഉറക്കം തൂങ്ങിയൊരു സ്വപ്നം, അത് ഭയങ്കര സ്വപ്നങ്ങളാണ്. അവസാനം ഇയാളുടെ സ്വപ്നങ്ങൾ കൊണ്ട് പൂർത്തി മുട്ടിയപ്പോ ഒരു മുസ്ലിയാര് തൽക്കാലം തടിസലാമത്താക്കണം, ഈ ജാതി കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു മുസ്ലിയാരെ പറഞ്ഞത് കേട്ടോളൂ. AP ഉസ്താദിന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അഹ്സനി പറഞ്ഞ CD-യുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരവിടെ കുറെ വേണ്ടാത്തത് പറഞ്ഞത്. ഞാൻ പറയാ, AP ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞോ? AP ഉസ്താദ് പറയിച്ചതാണോ? AP ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടെന്ന് എവിടുന്നോ പറഞ്ഞതിന് AP ഉസ്താദ് ഉത്തരവാദിയാവോ? ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ രണ്ടു കൂട്ടിയിട്ടാ പറഞ്ഞു. ഇതിപ്പോ സാധാരണ നമ്മുടെ നാട്ടിലൊരു തമാശ പറയുന്നത്, തമാശ അത്തയ്യാത്തിൽ മുസുകുറിഞ്ഞു മൂപ്പര് പറഞ്ഞു വന്നത് സംഗതി ശരിയാണ്, ന്യായാണ്. AP ഉസ്താദ് പറഞ്ഞത്, AP ഉസ്താദ് പറഞ്ഞോ ഞാനിങ്ങനെയൊക്കെയാണ്, AP ഉസ്താദ് പറഞ്ഞോ ഉണ്ടായാലും ഇല്ലെങ്കിലും. അതെന്താ അങ്ങനെ? അതൊരു ജാഹിൽ കണ്ട സ്വപ്നാണ്, നിങ്ങളത് വിശ്വസിക്കേണ്ടതല്ലേ പറയുന്നത്. ഉണ്ടായാലും ഇല്ലെങ്കിലും എന്താ മുല്ലേ അങ്ങനെ? ചോറാണോ കഞ്ഞിയാണോ? ഒന്നുകിൽ ചോറ് എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞി പറഞ്ഞാൽ ചൊറിഞ്ഞി എന്ന് പറയണം. ഒന്നോ രണ്ടോ, ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടല്ലാതെ രണ്ട് എന്ന് പറയാം. ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ന് പറയണത് ആരെന്താ? ഇല്ലാതെ പറയാൻ മൂപ്പര് മനസ്സമ്മതിക്കണില്ല, ഇല്ലാതെ പറയാൻ പറ്റുന്നില്ല. പിന്നെ മൂപ്പര് ന്യായമായിട്ട് ചോദ്യം ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് AP ഉസ്താദ് പറഞ്ഞോ? അല്ലാന്ന് പറഞ്ഞോ? ഇയാൾ ഇത്രയൊക്കെ പ്രസംഗിച്ചായിരുന്നു, അയാളുടെ CD ഫേസ്ബുക്ക് സ്റ്റാളിൽ വിൽക്കുന്നുണ്ട്. അതൊക്കെ വിറ്റിട്ട് ഇതൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ പറഞ്ഞ ഉസ്താദ് പറഞ്ഞു, പൊന്നാര മക്കളെ, ഞാൻ എങ്ങനൊന്നും അല്ല, ഞാൻ റസൂലുള്ളാഹിന്റെ കബറിടയ്ക്ക് പോയി കസേരയിട്ടിരിക്കുന്ന ആളൊന്നും അല്ല, ഞാൻ പാവപ്പെട്ടൊരു പൊടി കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഉണ്ടാക്കണം. അവിടെ ഒരു നിയമം ഉണ്ടാകുന്നതാ, കന്യകയെ ഒരു ആൾ കല്യാണം അന്വേഷിച്ച് തന്നാലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്താ? കന്യകയുടെ സമ്മതം മൗനമാണ്. മനസ്സിലായോ? ഒരു പെണ്ണിനെ കല്യാണം അന്വേഷിച്ച് തന്നാല് നിനക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് ചോദിച്ചാൽ എനിക്ക് സമ്മതമാകുന്നു എന്നാ പെണ്ണ് പറയണ്ട, മിണ്ടാതെ പോയാൽ അതാണ് സമ്മതം. ഇവിടെ കാന്തപുരം പൂജാരി ഇങ്ങനെയൊക്കെയാണെന്ന് ഒരാൾ പ്രസംഗിച്ചടക്കുക, എന്നിട്ട് മറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെ എന്ന ഭാവത്തിൽ മൂപ്പര് കഴിച്ചുകൊണ്ടാണ്. അപ്പോഴയാൾ ചോദിക്കണത് എന്ത്? ഉസ്താദ് പറഞ്ഞോ? ആണെന്ന് പറഞ്ഞോ? അല്ലാന്ന് പറഞ്ഞില്ല, അതാ പ്രശ്നം. മാത്രമല്ല ഇയാൾ തന്നെ പറയുന്നത് ഉണ്ടായാലും ഇല്ലെങ്കിലും. എന്തേ തള്ളാത്തത്? അള്ളാന്റെ പേരിൽ പറഞ്ഞ ഈ കുഫ്ർ, റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞ ഈ തോന്നിയാസം എന്തേ തള്ളാത്തത്? തള്ളാൻ പറ്റൂല. കാര്യം സ്വപ്നം തള്ളിയാൽ പിന്നെ അടിസ്ഥാനം തന്നെ തള്ളിപ്പോകുന്ന, സ്വപ്നം തള്ളിയാൽ പിന്നെ മാലകൾ തള്ളിപ്പോകും, സ്വപ്നം തള്ളിയാൽ പറഞ്ഞ മൗലികൾ തള്ളിപ്പോകും. ഞാൻ വെറുതെ പറയല്ലേ, കേട്ടോളൂ. പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല. നിങ്ങളെ പുതിയ ആശയം ഞങ്ങളെ മൊഹീദ്ദീൻ മാല തള്ളാനാ? എന്തേ? വേദം വീളമ്പി പറവാൻ മടിച്ചാരേ വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തോവർ. അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. ആ മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ, മുഹീദ്ദീൻ മാല അംഗീകരിക്കാത്തവൻ സുന്നിയല്ല, അവനെ തുടരാൻ പറ്റൂല. 18ാം സമ്മേളനം പ്രമേയം, മീഞ്ചന്തയിലെ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട്. സമസ്തയുടെ പേര് പറയുന്നത് നിർത്തൂ. മുഹീദ്ദീൻ മാലയിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ? അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ? ആണ് സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ പറഞ്ഞൊക്കെ റോങ്ങാണ്. കാര്യം സ്വപ്നം തള്ളാൻ പറ്റൂല, തള്ളിയാൽ മുഹീദ്ദീന്മാരെ തള്ളുന്ന. കാര്യം ആരോ കണ്ട സ്വപ്നമൊക്കെ എഴുതി വെച്ചത്, സ്വപ്നം എഴുതി വെച്ചത് ആരെങ്കിലും കണ്ട സ്വപ്നമൊക്കെ നമ്മൾ പാടിയ കൂലിട്ടോ?
മുഹീദ്ദീന്മാരെ കുറിച്ച് പറഞ്ഞെന്താ? മുഴുവനും കളയാതെ പിഴയാതെ സുന്നോക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊള്ളൂലേ. ഈ പറഞ്ഞ മുഹീദ്ദീന്മാല ഒരു തെറ്റും കൂടാതെ ഒരാൾ ചെല്ലി തീർത്താൽ മണിമാടമാണ് സ്വർഗത്തിൽ എന്നാണ്. പക്ഷെ അതിലുള്ളത് മുഴുവൻ സ്വപ്നമാണ് എന്നാണ്. ആരും കണ്ട സ്വപ്നം എഴുതി വെച്ചത്. അതുകൊണ്ട് സ്വപ്നം തള്ളാൻ പറ്റൂല, സ്വപ്നം തള്ളാൻ പറ്റൂല. ആ സ്വപ്നം തള്ളിയാൽ മുഹീദ്ദീന്മാരെ തള്ളിപ്പോകും. കാരണം കണ്ട സ്വപ്നങ്ങളാണ് എഴുതി വെച്ചത് എന്നാണ്. ഇങ്ങനെ മാന്യ സഹോദരങ്ങളെ പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ മുഴുവൻ അട്ടിമറിച്ചു പൗരോഹിത്യം. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അതിന് പകരം ആരോ കണ്ട സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയും അത് ദീനിന്റെ പേരിൽ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും ഒന്നും വേണ്ട, ഒരാൾ ഒരു സ്വപ്നം കണ്ടാൽ മതി, എന്തും ദീനാകും ഇസ്ലാമാകും, എന്തും ദീനാകും ഇസ്ലാമാകും. അവസാനം കൊണ്ടുവന്നത് എന്താ? നമ്മുടെ ജാലിയൻവാല, ബോംബെയിലുള്ള ജാലിയൻവാലയുടെ മുടി കൊണ്ടുവന്നു. മുടി കൊണ്ടുവന്നപ്പോഴും എന്താ തെളിവ്? കേട്ടോളൂ. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്ര പരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവറുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. കണ്ടോ, സ്വപ്നത്തിന് സാക്ഷി. ഒരാൾ സ്വപ്നം കണ്ടതിന് മൂപ്പര് സാക്ഷിക്കാണ്. അതെങ്ങനെ? അത് അയാൾ മറ്റയാളോട് പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നു പോകുന്നു. നബി ഉറക്കത്തിൽ നിർദ്ദേശിക്കുന്ന ഈ ജാലിയൻവാലയുടെ മുടി നീ കൊണ്ടുപോയി കൊടുക്ക് കാന്തപുരത്തിന് ബർക്കസില്. ആ സ്വപ്നം കണ്ട് നബി വന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിന്റെ പേര് അങ്ങ് പറയണേ. എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അല്ലാഹു റസൂൽ പറയാം, നരകത്തിന് സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് നബി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. മാന്യ സഹോദരങ്ങളുടെ സ്വപ്നം തെളിവല്ല, അത് നമ്മൾ മനസ്സിലാക്കണം, അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഒരിക്കലും ഇനി ഒരാൾ സ്വപ്നം കണ്ടാൽ തന്നെ അത് തെളിവല്ല. അത് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ പറയും അത് മുജാഹിദുകൾ പറയാണ്, നിങ്ങളുടെ വിശ്വാസം അങ്ങനെ വിശ്വാസമല്ല, മറ്റേ സ്വപ്നജീവി എന്ന് പറയുന്നത് കേട്ടോളൂ. സ്വപ്നജീവി തന്നെ പറയാം. നമ്മൾ ഈ ലോകത്ത് ഒരു പക്ഷേ സുഖങ്ങൾ അനുഭവിക്കും, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ അനുഭവിക്കും. സ്വപ്നമല്ല ഇസ്ലാം. സത്യമായ റൂട്ടിലൂടെ നീങ്ങിയാൽ കാണുന്ന സ്വപ്നങ്ങൾ ഒരു പക്ഷേ സത്യമായേക്കാം. സ്വപ്നങ്ങളിലൂടെയാണോ സത്യാസത്യം വേർതിരിക്കുന്നത്? അല്ല അല്ല, സത്യമാണെന്നതിന് വേറെ തെളിവ് വേണം, എന്നിട്ട് സ്വപ്നം കാണട്ടെ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വപ്നം വെച്ചിട്ട് കള്ളത്തരത്തെ സത്യമാക്കാൻ നാം നോക്കരുത്. ഇത് നോർമലായപ്പോ പറഞ്ഞതാ, ഇടയ്ക്ക് വയലന്റ് ആവും, അപ്പോഴാണ് മറ്റേ പറയും. നോർമലായപ്പോ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് കള്ളത്തരത്തെ സ്വപ്നം കണ്ടിട്ട് സത്യമാക്കാൻ നോക്കരുത് എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഈ സ്വപ്നം വെച്ചിട്ടൊരു കാര്യം സത്യമാണെന്ന് വരില്ല. അപ്പൊ പിന്നെ എടുത്തു പരമ്പര ഉണ്ടാക്കാൻ ശ്രമിച്ചൂടെ? സനത് ഉണ്ടാക്കാൻ, കള്ളപ്രമാണം ഉണ്ടാക്കാൻ ശ്രമിക്കാണ്, വ്യാജപ്രമാണം ഉണ്ടാക്കാൻ ശ്രമിക്കാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിലൂടെ നബി നിർദ്ദേശിച്ചതാണെന്ന് പറഞ്ഞു, എന്നിട്ട് വ്യാജ സനത് ഉണ്ടാക്കി. എന്ത്? മുടിക്ക് സനത്, പരമ്പരയുണ്ട്. നബിയുടെ മുടിക്ക് പരമ്പര, ഈ മുടിക്ക് പരമ്പരയുണ്ട്. കേട്ടോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവറുകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി
ശൈഖ് അബൂബക്കർ അവറുകളുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവറുകളുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് മുടി കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മുടി കൊടുക്കുന്നതിന് മുമ്പ് വായിക്കാൻ പോണതേ ഉള്ളൂ. ഇനി മുടി കൊടുത്തതിന് ശേഷം ആദ്യം പറഞ്ഞത് കേട്ടോളൂ. നേരത്തെ ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സനദ് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് ഇത് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. അവിടുന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വിവർത്തനം ചെയ്യാൻ എന്നോട് ഉസ്താദ് ആവശ്യപ്പെട്ടു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിവരം അങ്ങോട്ട് പറഞ്ഞു. ഞാനത് വിവർത്തനം ചെയ്തു. എല്ലാവരും കണ്ടു കേട്ടു. സനദ് വ്യക്തമായി ലക്ഷങ്ങളെ മുന്നിൽ വെച്ച് അതാ കൈമാറി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം കൈമാറിയപ്പോൾ ഈമാനുള്ള ഒരൊറ്റ മനുഷ്യരും പിന്നെ അതാ സംശയമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സനദുള്ള ഹദീസാണ്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. സനദോടുകൂടി പരസ്യമായി ലോക പ്രശസ്ത പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് ഇത് പരസ്യമായി കൈമാറിയപ്പോ മുസ്ലിങ്ങൾ സന്തോഷിച്ചു. ഞങ്ങളെ കേരള മണ്ണിന് അതാ ബറക്കത്ത് കിട്ടിയല്ലോ. ഞങ്ങളെ നേതാവിന്റെ തിരുകേശം ഒരു സംശയത്തിനും ഇടമില്ലാതെ രഹസ്യമായി മാത്രമല്ല പരസ്യമായി തന്നെ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും അംഗീകാരത്തോടെ ഈ കേരളത്തിൽ കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് പോയി ആ പുണ്യകേശം കാണാമല്ലോ. അതിട്ട വെള്ളം സഹാബത്ത് കുടിച്ചതുപോലെ കുടിക്കാമല്ലോ. എന്തെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുമ്പോ കണ്ടോ, സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്നു എന്ന് കളവ് പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്നു. ആരാ ഇവിടെ സന്തോഷം കൊണ്ട് കണ്ണീരൊലിപ്പിച്ചു? ഇവരൊലിപ്പിച്ചു കാണും. കാരണം എന്താ, ഒരു മുടി നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ നോളജ് സിറ്റിയുണ്ട്, കോടികളുടെ പദ്ധതികളിലുണ്ട്. അതെല്ലാം എളുപ്പത്തിൽ നടത്താനുള്ള ഒരു മാർഗമായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കണ്ണു തോർന്നിട്ടില്ല. കാരണം എന്താ, അത് പിടിച്ചോടെ ഇപ്പൊ കരച്ചിലല്ലേ, നടന്ന് കരകല്ലേ, കണ്ണുനീര് തോരണില്ല. എപ്പോഴും പറഞ്ഞെന്താ, സനദ് വായിച്ചു. ബുഖാരിയുടെ സനദ് പോലുള്ള സനദ് വായിച്ചു. കേരളത്തില് അല്ല ലോകത്ത് മുഴുവൻ ചർച്ചയായി. പിടിക്കപ്പെട്ടപ്പോഴോ സനദ് വായിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ ഉസ്താദ്. എവിടെ സനദ്? അത് സനദ് എന്ന് പറഞ്ഞാല് അവിടെ പട്ടിക്കാട് കിട്ടുന്ന സനദുണ്ടല്ലോ, അതുപോലത്തെ സനദാണ്. അതെന്താ, ഒരു ആള് LLBക്ക് പഠിച്ചാല് പാസ്സാകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. MBBS പോയാൽ ഡോക്ടർ ആകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതുപോലെ അറബിക് കോളേജിൽ ഒരാൾ പഠിച്ച് 5 കൊല്ലോ 6 കൊല്ലോ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഈ അറബിക് കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് സനദ് എന്നാ പറയാറ്. അപ്പൊ ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടിയെന്നാ, ഇതാ സനദ് എന്നാ. ഇത് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അത് സനദ് എന്ന് പറഞ്ഞാല് പട്ടിക്കാട് കിട്ടുന്ന സനദാണ് എന്ന് കിട്ടിയ ആൾ തന്നെ പറഞ്ഞു കേട്ടോ. അതെ, ഇതിന്റെ സനദ് തന്നു. ആര് തന്നു? ഈ വട്ടിക്കാടും നമ്മളെ കോളേജുകളിലൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള സനദ് ഹസ്രജി അവിടെ ഒപ്പിട്ട് തന്നു. ഇനി ഇതിന്റെ വിശദ വിവരം വ്യക്തമായിട്ട് എൻ്റെ കൈവശം ഉണ്ട് എന്ന് ആ സനദിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സ്ഥിതിക്ക് അതെവിടെ എന്ന് ചോദിക്കാൻ ഇവർക്ക് സമയമുണ്ടാവണം. കണ്ടോ, കിട്ടിയത് എന്താണ്? പട്ടിക്കാട് കിട്ടുന്ന പോലെ സനദാണ്. സുബ്ഹാനല്ലാഹ്, അത് ഫ്രൈൽ ചെയ്യിച്ചു വെക്കാം. പക്ഷെ അത് സനദാവൂല. നമ്മളല്ല പറയണത്, ഇവരെ കൊണ്ട് പഠിച്ചൊരു എഴുതിക്കാണ്. കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ ആ റബ്ബിനറിയാൻ എന്താ സംഭവിക്കാൻ പോണത്. ഇവരെ കൊണ്ടുള്ള എഴുതിക്കാണ്. 2005 മാർച്ച് സുന്നി വോയിസിൽ കാണാം എന്താണ് സനദിന്റെ മഹത്വവും പാണ്ഡിത്യത്തിന്റെ പ്രകാശനവും എന്ന ലേഖനത്തിൽ എഴുതുകയാണ്. ഓരോ വ്യക്തിയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നെത്തുന്ന
പ്രസ്തുത പരമ്പരയാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിങ്കലുള്ള രേഖ. അല്ലാതെ ഏതെങ്കിലും ബിരുദദാന കോളേജിൽ നിന്ന് സനദ് എന്ന പേര് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ഇത് ഇപ്പൊ എഴുതിയതല്ല, 2005 എഴുതിയതാണ്. ഏതെങ്കിലും കോളേജിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിന് സനദ് എന്ന് പറയില്ല എന്ന്, അത് സനദ് എന്ന് പറയില്ല. അപ്പോ ഒരിക്കലും സർട്ടിഫിക്കറ്റ് അത് സനദല്ല എന്നിവർ തന്നെ എഴുതി വെക്കുകയാണ്. ഇനി മാത്രല്ല, ഇനി അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് എന്താ? അടിസ്ഥാനം, അതിന്റെ അടിയാധാരം ഉണ്ടോന്ന് അതാ അറിയേണ്ടത്. അല്ലാതെ ഒരാൾ സർട്ടിഫിക്കറ്റ് തന്നോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അതൊന്നുമല്ല. അടിയാധാരം കയ്യിലുണ്ടോ, അതാ ചോദ്യം. അതിന്റെ മറുപടി എന്താ കേട്ടോളൂ. രണ്ടാമത്തെ കേശം ഹസറജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനത് പോലത്തെ സനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളാ പ്രസിദ്ധീകരിക്കേണ്ടത്. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവനോടല്ലേ ചോദിക്കേണ്ടത്. എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? അല്ലോ, അപ്പൊ വാങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് കിട്ടിയെന്ന് പറഞ്ഞത് വ്യാജരേഖയാണ്, അടിരേഖ കിട്ടിയിട്ടില്ല. അതാ പിന്നെ എന്തിനാ ഈ ബേജാറുണ്ടാക്കിയത്? കിട്ടിയിട്ട് പോലെ, തെളിവ് കിട്ടിയിട്ട് പോലെ. അടിരേഖ ഇല്ല, കയ്യിലില്ല, ഒന്നുമില്ല. ഇനി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല. ഇത് ഇന്നൊരു വിവാദം ഉണ്ടായൊരു മുടി പ്രശ്നം ഉണ്ടായപ്പോ പറഞ്ഞല്ല സലഫികൾ വളരെ വ്യക്തമായി ഈ വിഷയം പഠിക്കുകയും നേരത്തെ തന്നെ പറയുകയും ചെയ്തു. വനഹ്നു നഅലമു അന്ന ആഥാറഹു മിൻ ഖിയാമിൻ ഔ ശഅരിൻ ഔ ഫളലാത്തിൻ ഖദ് ഫുഖിദത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് പറയപ്പെടുന്ന പ്രവാചകന്റെ ആധാറുകൾ, അത് റസൂലുള്ളാഹിന്റെ വസ്ത്രമാകട്ടെ, നബിയുടെ മുടിയാകട്ടെ, ഇതര തിരുശേഷിപ്പുകളാകട്ടെ, അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. وليس بإمكان أحد إثبات وجود شيء منها على وجه القطع واليقين. ലോകത്ത് എവിടെയെങ്കിലും ഉള്ളത് നബിയുടേതാണെന്ന് പറയപ്പെടുന്നത് നബിയുടേതാണെന്ന് ഖണ്ഡിതമായി ഉറപ്പിച്ച് പറയാൻ, സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഒരു തിരുശേഷം ലോകത്ത് ഇല്ല. ഇത് സലഫികൾ വെറുതെ പറഞ്ഞല്ല, ഇത് പഠിച്ചറിഞ്ഞു സലഫികൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത തത്വമാണ്. ഇപ്പോ ഇവരൊക്കെ പകുതി മുജാഹിദാണ്. പകുതി മുജാഹിദ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ദേഷ്യം പിടിക്കും. കാരണം വെച്ചാൽ നമ്മള് ശരിയല്ല എന്നാ ചില പറയാ. ഇവരെപ്പോ നോക്കിയാലും വെട്ടും തടയും വേറൊന്നുമില്ല. ശരിയാണ്, വെട്ടും തടയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യം വെട്ടാണ്, ലാ ഇലാഹ പിന്നെ ഇല്ലല്ലാഹ്. അങ്ങനെ ആദ്യം വെട്ടു പിന്നെ തട. അത് ഇസ്ലാമിക ലോകം പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ്, ലോകത്ത് കഴിഞ്ഞുപോയ സഹാബത്ത് പഠിപ്പിച്ചതാണ്, താബിഈകൾ പഠിപ്പിച്ചതാണ്, താബിഈകൾ പഠിപ്പിച്ച. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുള്ളൂ, ഒരു പ്രയാസമില്ല. ഞങ്ങൾ വഴക്കടിക്കുന്നത് ഞങ്ങളുടെ പറമ്പിന്റെ പേരല്ല, ആധാര പ്രശ്നമല്ല, മറ്റെന്തെങ്കിലും ഭൗതികമായ കച്ചവടത്തിന്റെ കേസല്ല. നേരെ മറിച്ച് തൗഹീദ് സുന്നത്ത് അത് ഉണ്ടാകണം. അതിനുവേണ്ടി ആഹാരമായിട്ടും വഴക്കും, ആഹാരം സ്നേഹിക്കും, അതിനു വേണ്ടിയിട്ട് എന്തും പ്രവർത്തിക്കും അള്ളാഹു അനുവദിച്ച രൂപത്തിൽ. ആ നിലയിലാണ്. അതിന്റെ മാറ്റം ഉണ്ടായില്ലേ? വോട്ട് ചെയ്യണ്ടാന്ന് ചില ആൾക്കാർ ചെറുക്കാണ്. നമ്മൾ പറഞ്ഞ മക്കളെ വോട്ട് ചെയ്താൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ രാഷ്ട്രീയ ചെറുക്കലാണ്. സുബ്ഹാനല്ലാഹ്, രാഷ്ട്രീയ ചെറുക്കൽ ആയിക്കോട്ടെ, രാഷ്ട്രീയ ചെറുക്കൽ. എന്നാലും നിങ്ങളൊന്നുകൂടെ ആലോചിച്ചോ, ഞങ്ങൾ പറഞ്ഞാണ് ശരി എന്ന് ആലോചിച്ചോ. ഇല്ല, നിങ്ങൾ പറഞ്ഞ തെറ്റ് തന്നെയാണ്. കുറച്ച് ഒരു വോട്ട് ചെയ്യണം, ഇതെന്താ നിങ്ങൾ വോട്ട് ചെയ്യണം? അത് ഞങ്ങൾ വേറെ വോട്ടാണ്, നിങ്ങളുടെ വോട്ടല്ല. നിങ്ങൾക്ക് മനസ്സിലാവൂല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, മാറിയ അത് മതി. മുജാഹിദാണ് സമ്മതിക്കണ്ട, മുജാഹിദായി അംഗീകരിക്കും വേണ്ട, അത് മാറ്റം, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോഴോ
ഇവിടെ മാറ്റണ്ടായി. ഏതെല്ലാം കാര്യത്തിന് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ ഒന്നുമല്ല. അങ്ങനെ ഖുർആനിലുമില്ല ഹദീസിലുമില്ല ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂല നരകത്തിലെ ഭാഷ എന്ന് കുറെ കാലം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴും മാറി. സംഘടന പേരെന്താ? എന്താ സംഘടന പേര്? SSF എന്ന് വെച്ചാ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. സ്വന്തം പേര് പോലെ സംഘടന പേര് ഒരു ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷ. ശരിയല്ലേ? അല്ലേ? പണ്ടത്തെ തർക്കമായിരുന്നു മുസ്ലിം ആണെങ്കിൽ മുട്ടയടിക്കണം എന്നാണ്. ഉംറയുടെ ആൾക്കാർ വിഷമിക്കണ്ട. ഉംറ ഹജ്ജ് ചെയ്യുമ്പോഴാണ് ഇസ്ലാമിന് മുട്ടയടിക്കാൻ അനുവാദമുള്ളത്. അല്ലെങ്കിൽ മുടി വളർത്തണം എന്നാണ്. മുടി വളർത്തണം, പക്ഷേ മുട്ടയടിക്കണം എന്നാണ്. അതിന് വേണ്ടിയിട്ട് എത്ര ഫത്വ ഇന്നുണ്ട്. ചിലപ്പോൾ പറയും ഇതൊക്കെ മുജാഹിദ് വെറുതെ കാച്ചാണ്. അല്ല, അതിന്റെ രേഖകൾ ഇന്നുണ്ട്. മാത്രമല്ല, ഒരു ചോദ്യത്തിന് നൽകി ഉത്തരം കേട്ടോളൂ. അതിനാൽ അത്തരം ഡബിൾ ധരിക്കലും തലമുടി വളർത്തലും മുസ്ലിങ്ങൾ പൊതുവെ തന്നെ വർജിക്കേണ്ടതാണെന്ന് വ്യക്തമായി കിതാബ് ഉദ്ധരിച്ചവരുണ്ട്. മുസ്ലിങ്ങൾ മുടി വളർത്തൽ പാടില്ല, വർജിക്കണം, മുട്ടയടിക്കണം. ഇപ്പോഴെന്താ വിഷയം? നബിയുടെ മുടിയാ. നബിക്ക് മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ സംഭവിക്കല്ലേ അല്ലേ? അവ ഇപ്പൊ മുടിയുണ്ടെന്ന് സംഭവിക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് മാറുകയാണ്. ഇതുപോലെ മുജാഹിദിൽ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാരം ലോകത്തില്ല. അപ്പം ചിലർ വിചാരിച്ചാൽ ഉണ്ടെന്ന് സംഭവിച്ചാൽ അവർക്ക് മറക്കത്തടിക്കേണ്ടി വരുന്ന പേടി കൊണ്ടാണ്. അല്ല എന്ന് ഇപ്പൊ അവർ തന്നെ സമയത്താ പറഞ്ഞത്. പകുതി മുജാഹിദാണ്. കേട്ടോളൂ, ഒരു മുസ്ലിയാർ പറയുന്നത് ലോകത്തുള്ള റസൂലിന്റെ ആധാരങ്ങൾ ഉണ്ട്. അവ വേറെ മുല്ലാർ വെല്ലുവിളിച്ചു. ശരിക്കും മനസ്സിലാക്കണേ, ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളി. കെട്ടയച്ചു പോവാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കിക്കോളി. എന്നാ നിങ്ങൾ കുറച്ച് ആധാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ. അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ. അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ, യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സനദ് ഓ കൂരിയാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സനദ് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സനദ് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സെനത്, നിങ്ങൾ തുർക്കിയിലൊക്കെ പോകുന്ന ആളല്ലേ, തോപ്കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ച പറ ഞാനൊന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചു വിട്ടിരണ്ട. ഇത് നോക്കൂ, ഇത് കാതുർസാന്റെ കുട്ടികളാ, അത് നോക്കൂ. നമ്മള് നിങ്ങളത് തെളിയിച്ചു തന്നാൽ